So we are back again. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. രാവിലെ വി ഹാഡ് എ വണ്ടർഫുൾ സെഷൻ വിത്ത് തോമസ് കുട്ടി ബ്രദറുമായിട്ട് വളരെ മനോഹരമായ ഒരു സെഷനായിരുന്നു. മാത്രമല്ല, ഈ സെഷൻ മുമ്പോട്ട് പോകുന്തോറും ഗലാത്യർക്ക് എഴുതിയ ലേഖനം പഠിക്കുന്തോറും it will be a very very powerful time and കർത്താവ് അനുവദിച്ചാൽ നാളെ വൈകുന്നേരം ആസ് ദ മെസ്സേജ് ഗോസ്, ഞാനൊരു മെസ്സേജ് ഇരുന്ന് പ്രിപ്പയർ ചെയ്യാറില്ല ബിക്കോസ് ഐ വോണ്ട് ടു ഫ്ലോ ഇൻ ദ ഹോളി സ്പിരിറ്റ് ആസ് ഹി ലീഡ്സ്. പക്ഷേ വാട്ട് ഐ വോണ്ട് ടു ഡു ഇസ് ടു ഷോ യു ദ ഫ്രൂട്ട് പ്രിൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇൻ ദ ബുക്ക് ഓഫ് ഗലാഷ്യൻസ്. നാളെ രാവിലെ തോമസ് കുട്ടി ബ്രദർ ഗലാത്യർക്ക് എഴുതിയ ലേഖനം വായിക്കുമ്പോൾ ഫുട് പ്രിൻസ് ഉണ്ട്. എല്ലാ ലേഖനങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫുട് പ്രിൻസ് ഉണ്ട്. എല്ലാവരും വീട്ടിൽ ഇരിക്കുകയാണ്, വീട്ടിൽ ബോറടിക്കുന്നുണ്ടായിരിക്കും ചിലർക്ക് ഇത് പ്രാർത്ഥിക്കാൻ പറ്റിയ സമയമാണ്. ആൻഡ് ട്രൈ ടു റിലാക്സ്, ട്രൈ ടു എൻജോയ് ദ ടൈം ഗോഡ് ഹാസ് ഗിവൺ യു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തുടങ്ങിയ കാര്യങ്ങൾ തന്നെ മുന്നോട്ട് പോകാം. ദ ഇന്നർ ചേംബർ, ദ സീക്രട്ട് പ്ലേസ് ഓഫ് ദ മോസ്റ്റ് ഹൈ, ദ സീക്രട്ട് പ്ലേസ് ഓഫ് ദ മോസ്റ്റ് ഹൈ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇന്നും വളരെ എക്സ്പെക്റ്റേഷനിലാണ്. രാഹുൽ, ബ്ലെസ് യു രാഹുൽ. യുവർ ഡൗട്ട്സ് ആർ ക്ലിയർഡ്, ഐ ഹോപ്പ്. ഒത്തിരി പേര് ഡൗട്ട്സ് എഴുതുന്നുണ്ട്, ഒത്തിരി സാക്ഷ്യങ്ങൾ കേൾക്കുന്നുണ്ട്. And I don't want to waste your GB by telling all this. Jinnu, Jesse, bless you, Ranjit, and everyone. Yes, Ranjit, you were flying too much, so it's a good break that the Lord is giving you. Manju sister, bless you, Joshi, Ranjit. So, ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ക്രിസ്ത്യൻ ലൈഫാണ് നമ്മുടെ ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ അനുഭവം. ഇതിൻ്റെ ആരംഭം ആദ്യ ദിവസം തന്നെ ഞാൻ സൂചിപ്പിച്ചായിരുന്നു. നമ്മൾ വീണ്ടും ജനിക്കണം, രക്ഷിക്കപ്പെടണം. ആർക്കും രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെടുന്ന ഒരാൾ ഒരു മതത്തിൻ്റെ ഭാഗമാകുമല്ല. ഞങ്ങളെപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ യേശുവിനെ നിങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങൾ ഹെവൻലി ഫീസ്റ്റ് വന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ യേശുവിൽ വിശ്വസിക്കണം. കാര്യം, യേശുവിൽ വിശ്വസിക്കുമ്പോൾ ഇരുട്ട് മാറി വെളിച്ചമാകും. വെളിച്ചമാകും എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങൾ നമുക്ക് പിടികിട്ടും. മനസ്സ് ബന്ധനത്തിലായി പോവുക. കാര്യം എന്ന് വെച്ചാൽ പല കാര്യങ്ങളിൽ നമ്മളങ്ങ് കുടുങ്ങിപ്പോവുക. അത് ഫ്രീ ആകും. ദൈവവചനം, ഈ യേശു ക്രിസ്തു പറഞ്ഞ ഒരു വാക്കാണ്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നൗ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, മനസ്സിനകത്തെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ ലിബർട്ടി. നമ്മൾ ഇനി ബന്ധത്തിലല്ല, ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ കേൾക്കാൻ സാധിക്കും. നൗ, ഒന്ന്, രക്ഷിക്കപ്പെടണം. രണ്ട്, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം. മൂന്ന്, ഇത് രണ്ടിനെ പോലെ തന്നെ അത്യാവശ്യമാണ് വ്യക്തിപരമായ യേശുക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ. ആ സാന്നിധ്യത്തിലിരിക്കുക, അത്യുന്നതൻ്റെ മറവിലിരിക്കുക. പലപ്പോഴും ഈ ദിവസങ്ങളിൽ നമ്മൾ ഓരോ ദിവസവും ഓരോ സ്റ്റെപ്പ് വെച്ച്, ഓരോ ദിവസവും ഈ വചനം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ കഴുകി വരുമ്പം നമ്മളിലെ പ്രകാശം വർദ്ധിക്കും. ഹായ് വരുൺ പാണ്ഡെ, ബ്ലെസ് യു. സോ ആ ഒരു ഉറപ്പ്, വരുൺ പാണ്ഡെ വന്നതുകൊണ്ട് ഒരു കാര്യം പറയാൻ, 2 മിനിറ്റ്, ഒറ്റ മിനിറ്റ്. आप जो हमको देख रहे हैं, कल सवेरे 11 बजे में हम हिंदी स्पीकिंग जो हैं उनके लिए हम लाइव आ रहे हैं. आपके दोस्तों को बताइएगा, നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ അറിയിക്കണം. നാളെ രാവിലെ 11 മണിക്ക് ഹിന്ദി സ്പീക്കിംഗ് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി 11 മണിക്ക് ഞാൻ വരുന്നുണ്ട്. നമ്മുടെ സുബ് സന്ദേശിൽ വളരെയധികം ഹിന്ദി സ്പീക്കിംഗ് ആൾക്കാർ കാണുന്നുണ്ട്. സോ ഓൾ ഓഫ് യു ഹു ആർ വാച്ചിങ് മീ, ടുമോറോ മോർണിംഗ് 11 o'clock
we'll have a session, same session, inner chamber in Hindi. So, inner chamber എന്ന് പറയുന്നത്, it is my personal fellowship with the Holy Spirit, personal work of the Holy Spirit. ഇന്നലെ നമ്മൾ അവസാനിപ്പിച്ചത് is John chapter 15 and വേഴ്സ് 9 മുതലാണ് നമ്മൾ ലാൻഡിങ്ങിന് കൊണ്ടുപോയത്. ആൻഡ് ലാൻഡിങ്ങിന് വി റെഡ്, ആസ് ദ ഫാദർ ലവ്ഡ് മീ ഐ ഓൾസോ ലവ് യു, അബൈഡ് ഇൻ മൈ ലവ്. യേശുവിൻ്റെ ഏക ധൈര്യം പിതാവ് തന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിലായിരുന്നു തൻ്റെ ശുശ്രൂഷ മുഴുവൻ. So he was abiding in the love of the Father. And what made him so confident? യേശുവാണ് നമ്മുടെ മാതൃക, വേറെ ആരുമല്ല നമ്മുടെ മാതൃക. യേശു ഭൂമിയിൽ ഒരു മനുഷ്യനായി, അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിപൂർണത ദേഹരൂപമായി നമ്മൾ യേശുവിൽ കണ്ടു എന്ന് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുക. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ, ആൻഡ് വി സോ ദ ഫുൾനെസ് ഓഫ് ദ ഗോഡ് ഹെഡ് ഇൻ ദ ബോഡിലി ഫോം ഓർ ദ ബോഡിലി ഫോം. അതങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി. ഇപ്പം ദേഹത്തിനകത്ത് ദൈവത്തിൻ്റെ സമ്പൂർണത വസിച്ചത് നമ്മൾ കണ്ടത് യേശുവിലാണ്. എന്നാൽ യേശു ജഡത്തിലാണ്, അല്ലെങ്കിൽ ഫ്ലഷിലാണ്. ആ ഫ്ലഷിൽ നടക്കുന്ന യേശു, ഹൗ കുഡ് ഹി മെയിൻറ്റെയിൻ, എങ്ങനെയായിരുന്നു യേശുവിന് പിതാവുമായിട്ടുള്ള കൂട്ടായ്മ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്? നമ്മൾ അറിയുന്നത് താനും പിതാവും രാത്രിയിൽ താൻ പ്രാർത്ഥിക്കും, പകൽ ശുശ്രൂഷിക്കും. ഹി യൂസ് ടു ചാർജ് ഹിംസെൽഫ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ മോസ്റ്റ് ഹൈ. നൗ എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിലും നമ്മൾ യേശുവിൻ്റെ പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ കൂട്ടായ്മയുടെ മഹാത്മ്യം മനസ്സിലാക്കും. എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-ാം അധ്യായം 5-ാമത്തെ 5-7. അല്ല. So I will come back to it. Who at the time of flesh, യേശു തൻ്റെ ജഡത്തിലായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ താൻ ആയിരുന്നപ്പോൾ, വിത്ത് vehement cries he used to pray to the Lord. പിതാവ് 5-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം ആദ്യം പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു. ഓക്കെ. ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്യും. ഇത് യേശുവാ. യേശു, who in the days of his flesh he offered up prayers, supplications, vehement cries and tears to him who was able to save him from death, and was heard because of his godly fear. Though he was a son, yet he learned obedience by the things he suffered, and having been perfected, became the author of eternal salvation to all those who obey. 7, 8, 9 എബ്രായർക്ക് എഴുതിയ ലേഖനം. Now, യേശു ക്രിസ്തുവിൻ്റെ ആ കൂട്ടായ്മ നോക്കിക്കേ, എന്തൊരു ഇൻറ്റൻസാണ്. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഗ്രോണിങ്, ഇൻറ്റൻസ് ഫെലോഷിപ്പ് വിത്ത് ദ ഫാദർ. ഇൻറ്റൻസ് എന്ന് പറഞ്ഞാൽ യേശു തൻ്റെ ഒരു ഭൂമിയിൽ ജീവിക്കുക. ആ യേശുവിനായിരിക്കണം വാസ്തവത്തിൽ കുറച്ചുകൂടെ റിലാക്സ് ചെയ്ത്, ബിക്കോസ് ദൈവപുത്രനാ ഇല്ല, ബട്ട് ഹീസ് ഇൻ ദ ഫ്ലെഷ് ആൻഡ് ഹീ ക്രൈസ് ഔട്ട് ടു ദ ഫാദർ ഹൂ ക്യാൻ സേവ് ഹിം ഫ്രം ദ മരണത്തിൽ നിന്നും വിടുവിക്കുവാൻ. മരണമെന്ന് പറഞ്ഞാൽ യേശു ജഡത്തിലാണ്. ആൻഡ് ബിലീവ് മീ, ഹീസ്
having the same every challenges that you and I have. ഇത് പറഞ്ഞപ്പം ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് മാറ്റാൻ പറ്റാത്ത എന്തെങ്കിലും സ്വഭാവമുണ്ട്, അഡിക്ഷനുണ്ട് എങ്കിൽ ഏറ്റവും നല്ല ആള് യേശുവാണ്. യേശുവിനോട് പറഞ്ഞാൽ മതി, യേശുവേ എനിക്ക് ഇന്ന സ്വഭാവമുണ്ട്, എന്നെ സഹായിക്കണം. അത് മനോഹരമായൊരു വാഗ്ദത്തം കൂടെയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം ഞാൻ എസ്പെഷ്യലി യൗവനക്കാരോടും മുതിർന്നവരോടും കൂടെ പറയാം. ഇറ്റ് ഈസ് നമ്മുടെ അഡിക്ഷൻസ് മാറണോ. ചിലർക്കൊക്കെ ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് കാർണൽ സ്പിരിച്വൽ മാൻ. ചിലർക്കൊക്കെ ചില കാര്യങ്ങളിൽ നിന്നും വെളിയിൽ വരണമെങ്കിൽ യേശുവാണ് ഏറ്റവും നല്ല സഹായകൻ. അതിൻ്റെ കാരണം എന്താ? ഹി വാസ് ഇൻ ദ ഫ്ലെഷ്, ഹി നോസ് യു. അതുകൊണ്ടാണ് യേശു നിങ്ങളെയും എന്നെയും പാപി എന്ന് വിളിക്കത്തില്ല. യേശു നമ്മളെ ഒരിക്കലും കണ്ടം ചെയ്യത്തില്ല. എൻ്റെ ഏർലിയർ ആയിട്ടുള്ള മെസ്സേജ് നിങ്ങൾ കണ്ടോണം. പരിശുദ്ധാത്മാവ് എപ്പോഴും നിങ്ങളെ കൺവിക്റ്റേ ചെയ്യത്തുള്ളൂ, കണ്ടം ചെയ്യത്തില്ല. എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തുന്ന ആത്മാവല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നിങ്ങളെയും എന്നെയും ഇന്നത് കുഴപ്പമുണ്ട്, എന്നെ ഒന്ന് സഹായിച്ചാൽ ഞാൻ സഹായിക്കാമെന്ന് പറയുന്ന ഒരാൾ, അല്ലാതെ നീ തകർത്തുകളെ, നിന്നെ കീറിക്കളയെന്ന് പറയുന്ന പരിശുദ്ധാത്മാവല്ല. നെവർ. സിൻ ഈസ് ലൂസിങ് ദ മാർക്ക്. ഒരു മാർക്ക് വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് താഴോട്ട് പോയി, അത്രേ ഉള്ളൂ. ഡോണ്ട് ബി അയ്യോ ഞാൻ കുറ്റക്കാരനായി, ഇനി രക്ഷയില്ല. ആ തോന്നൽ പിശാച തരുന്നു. കണ്ടംനേഷൻ, നിന്നെക്കൊണ്ട് ഗുണമില്ല, നീ പാപി. മാത്രമല്ല വേറൊരു നിങ്ങൾ തിരുവെഴുത്തിനകത്ത് ഐ തിങ്ക് ഐ ഹാവ് എക്സ്പ്ലെയിൻഡ്, ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് അഗൈൻ. മറ്റുള്ളവരുടെ കുറവ് കാണുന്നവൻ, മറ്റുള്ളവനെ പാപി എന്ന് വിളിക്കുന്നവൻ, കാണുന്നതെല്ലാം തെറ്റാന്ന് പറയുന്നവൻ, അവൻ്റെ അകത്താണ് കുഴപ്പം, അയാളുടെ അകത്താണ് കുഴപ്പം, അല്ലാതെ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ അല്ല. ദൈവം അവനെ തിരഞ്ഞെടുത്ത് അവനെ നടത്തിക്കോളും. പരിശുദ്ധാത്മാവാണ് കണ്ടം ചെയ്യത്തില്ല, കൺവിക്റ്റ് ചെയ്യും. പിശാച എപ്പോഴും നമ്മളെ നിനക്ക് കൊള്ളത്തില്ലെന്നും നീ തകർന്നെന്നും പറഞ്ഞ് ഒരു തകർന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ അയാളോട് പറയാം നീ പോക്കാടാ, നീ നരകത്തിൽ നരകും എന്നൊക്കെ പറയുമ്പോൾ അയാൾ മനസ്സിലെന്താ വരുന്നത്? അയാളുടെ മനസ്സിൽ വരും ഏതായാലും തകരാൻ പോവാം, എന്നാൽ കുറച്ചുകൂടെ അങ്ങ് പാപം ചെയ്തേക്കാം. അതേ സമയത്ത് ഇല്ല, അതിൻ്റെ ഇടയ്ക്കൊരു സാധ്യതയുണ്ട്, ക്രിസ്തു യേശുവിൽ ഒരു സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അയാൾ ചാടി എഴുന്നേക്കും. അയാൾ പറയും ആഹാ, എന്നെ ഉള്ള അവസ്ഥയിൽ അംഗീകരിക്കുന്ന ഒരാളുണ്ടോ? ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ദ ഗുഡ് ന്യൂസ്. അതുകൊണ്ടാണ് സുവിശേഷത്തെക്കുറിച്ച് പറഞ്ഞത് ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുക, നിന്നെ നീതീകരിക്കും എന്ന് പറഞ്ഞാൽ എന്നാ? മേക്ക് യു റൈച്ചസ് ആസ് എ റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ഗോഡ്. ഏത് അധർമ്മ പാപിയും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറയാം, ഇതുവരെ യേശുമായിട്ടൊരു ബന്ധമില്ല. നോക്കൂ, കണ്ടം ചെയ്താൽ എന്നെക്കൊണ്ട് എനിക്കൊരു ഗുണമില്ലെന്ന് പറഞ്ഞാലാണ്, അവിടെയാണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കുന്നത് നേർച്ചകളും കാഴ്ചകളുമായിട്ട്. കാര്യം ഞാൻ ശരിയല്ലല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് പൈസ കൂടെ കൊടുത്ത് എങ്ങനെയും എന്ന് കൈ കഴുകാൻ നോക്കുക. അല്ല, അത് മുഴുവൻ കറ പുരണ്ട തുണി പോലെ എന്ന് ബൈബിൾ പറയും. നമ്മുടെ നല്ല പ്രവൃത്തി ഒന്നും രക്ഷയില്ല. യേശുവിൻ്റെ രക്തത്തിന് മാത്രമേ നമ്മളെ കഴുകി ശുദ്ധീകരിക്കാൻ പറ്റത്തുള്ളൂ. അത് മാത്രമല്ല, മനസ്സാക്ഷി പോലും കഴുകും. നൗ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ഇത് വാഗ്ദത്തമാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന TNTs, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന മുതിർന്നവർ, ചിലപ്പോൾ നിങ്ങൾക്ക് ചില എന്നാ പറയേണ്ടിയ ടെംപ്റ്റേഷൻസ് കണ്ടേക്കാം. ഇറ്റ് ഈസ് നാച്ചുറൽ, ബട്ട് ദർ ഈസ് സമ്മൺ ഹു ക്യാൻ ഹെൽപ്പ് യു. അതാണ് അതിൻ്റെ എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 16 മുതലൊന്ന് വായിച്ചാൽ ഇറ്റ് ഈസ് സച്ച് ഗ്ലോറിയസ്. ഫോർ ഇൻഡീഡ് ഹി ഡസ് നോട്ട് ഗിവ് aid to angels, but he gives aid to the seed of Abraham. വായിച്ചേ. ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാൻ അത്രേ അവൻ വന്നത്. നൗ അബ്രഹാമിന്റെ സന്തതി, ഞാൻ ജാതിയായ ഞാൻ എങ്ങനെ അബ്രഹാമിൻ്റെ സന്തതിയാകും? ക്രിസ്തു മുഖാന്തരം. യേശുവിനെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ വിശ്വസിക്കുമ്പം എൻ്റെ ലൈനേജ് മാറി, ദൈവത്തിൻ്റെ ലൈനേജിലായി, അബ്രഹാമിൻ്റെ സന്തതിയായി. അതുകൊണ്ടാണ് ഈ കൂനിയായ സ്ത്രീയെ പോലും ദേവാലയത്തിൽ കൂന് പിടിച്ച് കണ്ടപ്പോൾ
യേശു പറഞ്ഞു ഇവളും അബ്രഹാമിൻ്റെ സന്തതി. എന്നിട്ടാണോ ഈ കൂന് പിടിച്ച് നടക്കുന്നത്? ഇവളുടെ അവകാശമായിരുന്നു സൗഖ്യം, ഇവളുടെ അവകാശമായിരുന്നു ഈ ദ ഗുഡ്നെസ് ഓഫ് ഗോഡ്. അവിടെയാ യേശു പരീശന്മാരോട് ദേഷ്യപ്പെട്ടത്. പരീശന്മാരോട് പറഞ്ഞു, നിങ്ങൾ കപടഭക്തിക്കാരാണ്, ഇവർക്ക് അവകാശം ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കാനല്ലേ ഇവിടെ ശബദ്ദോറും ഈ വായനകളെല്ലാം. പക്ഷെ നിങ്ങളത് മറച്ചു വെച്ചു. അവരുടെ കയ്യിലെ ഓഫറിങ്ങും അവരുടെ കയ്യിലെ കാര്യങ്ങളെല്ലാം ഇങ്ങോട്ട് വാങ്ങിച്ച് അവരുടെ കൂന് മാറില്ല, എന്നാലല്ലേ അവരാശ്രയിക്കത്തുള്ളൂ നിങ്ങളിൽ. അതാ കപടം. നമ്മളിലല്ല ഒരാളും ആശ്രയിക്കുന്നത്. ഹെവൻലി ഫീസ്റ്റിൻ്റെ 25 വർഷം ആരംഭം മുതൽ ഇന്ന് വരെയും സ്വർഗ്ഗവരുന്ന സഭയുടെ വളർച്ചയുടെ കാരണം നിങ്ങളിലുള്ള ക്രിസ്തു ബലം എന്ന് പഠിപ്പിച്ചത് കൊണ്ടാണ്. നിങ്ങൾക്ക് കൂനെന്ന് ഓർക്കാം. നൗ ഹി വോണ്ട് ഗിവ് എയ്ഡ്. ദൂതന്മാരെ പോലും യേശു സഹായിക്കത്തില്ല, പക്ഷെ നിങ്ങളെ എന്നെയും കർത്താവ് സഹായിക്കും. അതാ താഴെ പറയാണ്, അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതൻ. 2 എടുത്തു പറയുന്ന വാക്കാണ്. ദാറ്റ് ഹി മൈറ്റ് ബി മേഴ്സിഫുൾ ആൻഡ് ഫെയ്ത്ത്ഫുൾ. എൻ്റെ മഹാപുരോഹിതനായ യേശു 1 കരുണയുള്ളവനാണ്, 2 വിശ്വസ്തന. എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുക്ക് വന്നാൽ ഞാൻ കഴുകാം, ധൈര്യത്തോടെ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞാൽ ആ വാക്ക് മാറത്തില്ല. ചിലരെയൊക്കെ നമ്മൾ സഹായിക്കുമ്പോൾ അവർ പകുതി മറച്ചു വെക്കും. പകുതി മറച്ചു വെച്ചിട്ട് പിന്നെ സഹായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് പറയും, ഇത് എന്നാ കളിയാ, നിങ്ങൾ പറഞ്ഞതല്ലല്ലോ ഇപ്പം. അങ്ങനെ ഒരിക്കലും യേശു പറയത്തില്ല. ബിക്കോസ് ഹി നോസ് യു ഇൻസൈഡ് ഔട്ട്. നമ്മളെ അറിയാവുന്നതിനേക്കാളും നന്നായിട്ട് യേശുവിന് നമ്മളെ അറിയാം. ഹി നോസ് അസ്. നമുക്ക് നല്ലൊരു പുരോഹിതനുണ്ട്. എവിടെ ഈ പുരോഹിതൻ ഇരിക്കുന്നതും കൂടെ പറയാം. ഹി സിറ്റ്സ് അറ്റ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് ദ ഫാദർ. പിതാവാം ദൈവത്തിൻ്റെ വലത്ത ഭാഗത്തിരിക്കുന്ന നമ്മുടെ സ്വന്തം പാർട്ടി, നമ്മുടെ സ്വന്തം ആൾ യേശു. ആ യേശുവുമായിട്ടുള്ള ഇന്നർ ചേംബറിൻ്റെ ബന്ധമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. Now here it says we have a faith pertaining God. വായിച്ചേ. ആകേണ്ടതിന് സകലത്തിലും നമ്മളെ പോലെ തന്നെ ആവശ്യമായിരുന്നു. നോ, ഈ ശരീരത്തിൽ ഇരുന്നത് കൊണ്ട്, അതുകൊണ്ടാണ് യേശു വേണമെങ്കിൽ വെറും ക്രൂശീകരണമായിരുന്നു വീണ്ടെടുപ്പിന് വേണ്ടിയത് എങ്കിൽ 30-ാം വയസ്സിൽ മോളിൽ നിന്ന് അവതരിച്ച് ക്രൂശിക്കപ്പെട്ട് പോയാൽ പോരായിരുന്നു? ഒന്ന് ചിന്തിച്ച്. ദൈവത്തിന് ഒരു യാഗം അർപ്പിക്കണം നമ്മളെ മാനവരാശിയുടെ രക്ഷയ്ക്ക്. ഈ കുഞ്ഞിലെ കൊണ്ട് ജനിപ്പിക്കേണ്ട ആവശ്യമുണ്ട്? ജനിപ്പിക്കേണ്ട ആവശ്യമുണ്ട്? 30 വയസ്സുകാരനായിട്ട് അങ്ങ് വന്നാൽ പോരായിരുന്നു? ഇല്ല, കുഞ്ഞിലെ കൊണ്ട് വന്നു. കാരണം ഓരോ പ്രായത്തിൻ്റെയും വെല്ലുവിളി നിങ്ങൾക്ക് എനിക്കും അനുഭവിച്ചതും അനുഭവിക്കാൻ പോകുന്നതും യേശുവിനറിയാം. every ചലഞ്ചസ്, ഭാരം, വേദന, ഒറ്റപ്പെടുത്തൽ, ഇത് മുഴുവൻ യേശുവിനറിയാം. അത് പുരോഹിതനാകേണ്ടതിന്, വിശ്വസ്ത പുരോഹിതൻ. പുരോഹിതൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ജനങ്ങളുടെ ആവശ്യം ദൈവത്തിലേക്ക് കൊണ്ടുപോകുന്നയാൾ, ദൈവത്തിൽ നിന്നും മറുപടി തരുന്നയാൾ. പുരോഹിതനാണ് 2 way. നിങ്ങളും ഞാനും ഇന്ന് രാജകീയ പുരോഹിത വർഗമാണ്. അതിൻ്റെ അർത്ഥം എന്താ? ജനങ്ങൾ, ദൈവം അറിയാത്തവർ നിങ്ങളോട് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ അവരോട് ദേഷ്യപ്പെടരുത്, നീരസപ്പെടരുത്. പേഷ്യൻ്റ്ലി അവരുടെ വേദന. ഇപ്പം എന്നോടൊരാൾ സാമ്പത്തിക ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ എനിക്കറിയാം അവരുടെ ബുദ്ധിമുട്ട് എന്താണെന്ന്. കാര്യം ഞാൻ അതിലൂടെ പോയതാണ്. തളർന്ന ഒരാൾ വന്നാൽ അയാൾ പറയാം, എനിക്ക് എൻ്റെ തകർന്നിരിക്കാൻ എനിക്കറിയാം തകർച്ച എന്താണെന്ന്, ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ എനിക്കറിയാം. എനിക്കൊരു വിഷയം വന്നപ്പോൾ മുഴുവൻ ആൾക്കാരും ഒറ്റപ്പെടുത്തി യേശു എൻ്റെ കൂടെ നിന്ന്. കാര്യം യേശുവിനറിയാം ഒറ്റപ്പെടുത്തൽ എന്താണെന്ന്. എന്നെ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളുണ്ട്. ഹീസ് റിയൽ. ഉയർത്തെഴുന്നേറ്റ് ജീവനോടെ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത്, എൻ്റെ മോനെ നിൻ്റെ വികാരം മുഴുവൻ അറിയാം, എൻ്റെ മോളെ നിൻ്റെ വികാരം മുഴുവൻ എനിക്കറിയാമെന്ന് പറയുന്ന, സഹായിക്കാൻ ശക്തനായിരിക്കുന്ന ഒരുവനുണ്ട്.
അപ്പോൾ എന്നോടൊരു വിഷയം പറഞ്ഞാൽ ഞാൻ പറയാം പ്രാർത്ഥിക്കാം. പക്ഷേ ഈ പുരോഹിതൻ അതല്ല, പ്രാർത്ഥിക്കുക മാത്രമല്ല, അതിൻ്റെ സല്യൂഷൻ കാണുന്നവനുമാണ്. ബിക്കോസ് ഹീ ഈസ് ഗോഡ്. അതുകൊണ്ടാണ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുകയാണ്, ആണ്ടുതോറും ഓരോ പുരോഹിതന്മാരും മാറി മാറി വരിക, പക്ഷേ ഈ പുരോഹിതൻ എന്നേക്കുമായി പോയി നിൽക്കുക. ഹീസ് എ ഗുഡ്. നമ്മളെ പുരോഹിതൻ, നമ്മുടെ അടുക്ക് വരുന്നവരോട് ദേഷ്യപ്പെടരുത്. ദേ ആർ കോളിങ് യു. എനിക്ക് ചിലപ്പം ദേഷ്യം വരും. ഒരേ ആൾ പിന്നെയും വിളിക്കുമ്പോൾ പിന്നെ ഞാൻ ഓർക്കും, കർത്താവേ, നീ ദൈവത്തിൻ്റെ കരുണയല്ലേ എനിക്കിതൊക്കെ മനസ്സിലായത് അല്ലേ? സോ ഹീ ഈസ് എ വെരി ഗുഡ്. കാര്യം നമ്മളെപ്പോലെ തന്നെ എല്ലാത്തിലും പരീക്ഷിക്കപ്പെട്ടു. എന്നിട്ട് വായിച്ചു, താൻ തന്നെ പരീക്ഷിതനായി ആ പരീക്ഷയിൽ താൻ കഷ്ടം അനുഭവിക്കുകയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവല്ല. ഈ മഹാപുരോഹിതൻ, ഇപ്പം ഞാൻ പ്രാർത്ഥിക്കാമെന്നേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ എൻ്റെ യേശുവിൻ്റെ അടുക്കൽ ഒരേ ആൾ ചെന്നാൽ, ആരെങ്കിലും ചെന്നാൽ യേശു പറയും, പ്രാർത്ഥന വിഷയം കേട്ടത് മാത്രമല്ല, പരിഹാരം കൂടെ തൻ്റെ കയ്യിലുണ്ട്. ബിക്കോസ് ഹീ ഈസ് ഗോഡ്. യെസ്, ഇന്ന് ലോക്ക്ഡൗൺ ആണെങ്കിലും സ്വർഗത്തിലൊരു ലോക്ക്ഡൗണുമില്ല. 24 മണിക്കൂറും 365 ദിവസവും ഹീ ഈസ് ദെയർ ഫോർ മീ. അതാ നമുക്ക് ധൈര്യമായി പറയാവുന്നത്. ഞാൻ പറയാം, ലോകത്തിലെ മുഴുവൻ ബന്ധങ്ങളും അവർ ചില കാര്യങ്ങളിൽ വരുമ്പം തിരിഞ്ഞു നോക്കുന്നില്ല. പക്ഷെ ഇവിടെ ഒരാളിരിപ്പുണ്ട്. അതാ യേശു പറഞ്ഞത്, ആസ് മൈ ഫാദർ ലവ്ഡ് മീ ഐ ലവ് യു. ഒരിക്കലും പിരിയ ബന്ധമായത്. ആ യേശു തൻ്റെ ഐഹിക ജീവിതത്തിൽ നോക്കിക്കേ, എബ്രായർക്ക് എഴുതിയ ലേഖനം പറയാണ്, നിലവിളിയോടെ പ്രാർത്ഥിച്ചു. കാര്യം എന്താ? ഈ പിതാവുമായിട്ടുള്ള കൂട്ടായ്മ നിലനിർത്തുവാൻ. the Holy Spirit is engulfing the whole place. I am feeling so hot and it is so powerful here. യേശു തൻ്റെ ആ ജീവിതത്തിൽ നോക്കിക്കേ, മരണത്തിൽ നിന്നും വിടുവിക്കുവാൻ ശക്തിയുള്ളവനോട് ഏറെ നിലവിളിയോടെ, ആൻഡ് ദാറ്റ് ഈസ് ദ പ്ലേസ് ഓഫ് ഗ്രോണിങ് ക്രൈ. എൻ്റെ കർത്താവേ, നിന്നെ കൂടാതെ എനിക്കൊരു ജയജീവിതം ഇല്ല. അതാ യേശുവിൻ്റെ പ്രാർത്ഥന, പിതാവുമായിട്ടുള്ള കൂട്ടായ്മ. അവിടെ കാണുന്നത് prayer and supplication with vehement cries and tears. യേശുവിനെ കുറിച്ചായി പറയുന്നത്. The whole night he was locked up in the inner chamber. ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. ഒരു അറിയപ്പെടുന്ന ഒരു ദേവദാസൻ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വിശ്വാസ ജീവിതം ആരംഭിച്ചത് തന്നെക്കുറിച്ചുള്ള ഒരു പുസ്തകം വായിച്ചു. ഈസ് എ വെരി പവർഫുൾ മാൻ ആൻഡ് ഹി ഈസ് സ്റ്റിൽ പവർഫുൾ. അദ്ദേഹത്തെ കാണണം എന്ന് എൻ്റെ അകത്ത് ഭയങ്കര ആഗ്രഹമാണ്. വാഞ്ചിയ കാര്യം, അതുപോലെ ഉപയോഗിക്കപ്പെടുന്ന ഒരു ദൈവദാസൻ. എൻ്റെ ആഗ്രഹം ആ മനുഷ്യനൊന്ന് കാണണം, ആ ദൈവദാസനൊന്ന് കാണണം, തലയൊക്കെ കൈവെപ്പിച്ച് പവർ കിട്ടണം എന്ന് ഞാൻ പറയാൻ പോകുന്ന പവറും കൂടെയാണ്. എല്ലാവർക്കും പവർ വേണം പരിശുദ്ധാത്മാവിൻ്റെ. പക്ഷെ കൂട്ടായ്മ കൂടുതൽ കർത്താവുമായിട്ട് അടുക്കും തോറും പവറല്ല, കർത്താവെ അങ്ങേ വേണമെന്ന് പറഞ്ഞു പോകും. സോ ഐ വാസ് ദെയർ. ഞാൻ യൂറോപ്യൻ കോൺഫറൻസിൽ ശുശ്രൂഷിക്കാൻ പോയി. ഞാൻ അതിൻ്റെ ലിസ്റ്റ് വന്നപ്പോൾ ഞാൻ നോക്കിയപ്പം പിറ്റേ ദിവസം എൻ്റെ കഴിഞ്ഞിട്ട് ഫൈനൽ ഡേയ്സ് അദ്ദേഹത്തിന്. അപ്പം ഞാനും അദ്ദേഹത്തെ കാണാൻ പറ്റും. ഭയങ്കര സന്തോഷം. അനിയുണ്ട് കൂടെ. അനിയോട് ഞാൻ പറഞ്ഞു, അനി ജീവിതത്തിലെ വലിയൊരു ആഗ്രഹം സംഭവിക്കാൻ പോകുന്നു. ഞാൻ മീറ്റിംഗ് കഴിഞ്ഞു. മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ ഒരു കാപ്പി കുടിക്കുന്ന ഏരിയ ഉണ്ട്. അതായത് ഗസ്റ്റ് സ്പീക്കേഴ്സ് മാത്രം. അപ്പം ഇദ്ദേഹം ചെന്നു, ഞാനും ചെല്ലുക. അപ്പം ആ നടത്തുന്ന ദേവദാസൻ റൂമിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് കം മാത്യു കം. അപ്പം ഞാനും അനിയും ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൽ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, അടുത്തുപോലും പോകരുത്.
ഐ വാസ് ഷേക്കൺ. പരിശുദ്ധാത്മാവ് എന്നോട് പറയാം, പോകരുത്, തിരിച്ചു ഹോട്ടലിൽ പോയിക്കോളാം. ഞാൻ ഒരു നിമിഷം അവിടെ നിന്നു. ആദ്യമേ ഞാൻ ഓർത്തു, ഇത് എൻ്റെ തോന്നലാണോ? കാര്യം എന്താ, ദൈവം ഒഴുക്കിയ വഴിയല്ലേ ഇവിടെ വരെ വന്നത്. യൂറോപ്യൻ കോൺഫറൻസിൽ ഈ ദേവദാസനുമായി കണ്ടുമുട്ടി, ഡിവൈൻ അപ്പോയിൻമെൻറ്റ്. സമ്മതിച്ചില്ല തിരിച്ചു പോകാൻ. ഞാൻ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അനി പറഞ്ഞു, എന്നാ പറ്റി? ഞാൻ പറഞ്ഞു, നമുക്ക് തിരിച്ച് ഹോട്ടലിലോട്ട് പോകാം. സോ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിൽ വന്നു. ഓർത്ത് നോക്കി, എൻ്റെ ഹൃദയം തകർന്ന് വേദനിച്ച് വളരെയധികം സങ്കടം. ഞാൻ ഇവരോട് കിടന്നോളാൻ പറഞ്ഞു. എനിക്കങ്ങോട്ട് ആ രാത്രി ഉറക്കം വരാതെ ഞാൻ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി, ഷവർ ഓൺ ചെയ്തു, വിട്ട് കരഞ്ഞു. ഞാൻ കരഞ്ഞത്, കർത്താവേ, എനിക്ക് നിന്നെ കൂടാതെ ഒരു ജീവിതമില്ല. എൻ്റെ ആസ്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ഞാൻ ആ പരിശുദ്ധാത്മാവിനെ ഒരിക്കലും ദുഃഖിപ്പിക്കരുത് എന്ന ആഗ്രഹത്തോടെ നടക്കുക. ഞാൻ അവിടെ വളരെയധികം നിലവിളിക്കാന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. കൈയെത്തുന്ന ദൂരത്ത് ആഗ്രഹം എത്തി. പക്ഷേ അവിടെ വെച്ച് പറയാം, പോകരുത്. ഐ വാസ് ടോട്ടലി ഷേക്കൺ. ഞാൻ വളരെയധികം നിരാശയോടെ ഈ ഷവർ എന്ന് വെച്ചാൽ ആ കരച്ചിൽ കേൾക്കാതിരിക്കുന്ന തലയൊക്കെ തോർത്ത് അവിടെ തന്നെ അങ്ങിരിക്കുക. എന്നാലും എന്നോടിത് ചെയ്യേണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കണ്ട ഒരു ദർശനവും കേട്ട വാക്കുമാണ്, യേശുവിൻ്റെ വായിൽ നിന്നും കേട്ട വാക്കാണ്. ഈ മനുഷ്യൻ, ഈ ദൈവദാസൻ നിന്റെ ഹൃദയത്തിൽ വിഗ്രഹമായി പോയി. എനിക്ക് നിന്റെ മുഴുവൻ സ്നേഹവും വേണം. I was shocked. ഒന്ന് സെക്കൻഡ് എനിക്ക് നിരാശ വന്നു. ഞാൻ പിടിച്ച് പ്രാർത്ഥിക്കുന്ന പോലെ എന്തായി കാണിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് ഷോക്ക്ഡ്. ഈ മനുഷ്യൻ, ഈ ദൈവദാസൻ, ശക്തമായി ശുശ്രൂഷിക്കുന്ന, ഇന്നും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ, അദ്ദേഹം എൻ്റെ ഹൃദയത്തിൽ വിഗ്രഹമായത്, അല്ലെങ്കിൽ പരിപൂർണ സ്നേഹം യേശുവിന് കിട്ടാഞ്ഞതിന് യേശു എന്നോട് പറഞ്ഞ വാക്കാണ്, ഐ നീഡ് ടോട്ടൽ ലവ്. എന്നിട്ട് വളരെ അധികമായി സ്പർശിച്ചൊരു വാക്കെന്നോട് യേശു പറഞ്ഞു. ക്രൂശിൽ അവരെന്നെ ചാട്ടവാർ കൊണ്ട് അടിച്ചു, മുൾക്കിരീടം വെച്ചു, കൈ ആണി വെച്ച് തറച്ചു, കാലുകൾ ആണി വെച്ച് തറച്ചു. അതൊന്നും വേദനിച്ചില്ലെന്നല്ല, വേദനിച്ചു. പക്ഷെ അതിനേക്കാളും അധികമായിട്ടുള്ള വേദന എനിക്കുണ്ടായത് എൻ്റെ പിതാവ് മുഖം തിരിച്ചു കളഞ്ഞപ്പോൾ. പിതാവുമായിട്ടുള്ള കൂട്ടായ്മ, പിതാവ് എന്നോട് കൂടെ എപ്പോഴുമുണ്ട്, ഞാനും പിതാവും എൻ്റെ എന്ന് പറയുന്ന യേശു പാപമായി തീർന്നപ്പോൾ പാപത്തിനും പിതാവിനും ഒന്നിച്ചു നിൽക്കാൻ പറ്റത്തില്ല. പിതാവ് മുഖം മറച്ചു കളഞ്ഞു. ആ കൂട്ടായ്മ അവിടെ പൊട്ടി. ആ കൂട്ടായ്മ പൊട്ടപ്പോൾ തനിക്കുണ്ടായ വേദന വാസ് ഹയർ ദാൻ വാട്ട് ഹി വാസ് ബീറ്റൻ അപ്പ്. ഓർത്ത് നോക്കിക്കേ, ഇവിടെ ഈ വചനം അപ്പോഴാണ് മനസ്സിലായത്. ഒരു നിമിഷം പോലും യേശുവിൻ്റെ ഈ ലോക ജീവിതത്തിൽ താൻ ഏറെ നിലവിളിയോടെ തന്നെ മരണത്തിൽ നിന്നും, യേശു മരിക്കാനാ വന്നത്, ആ മരണമല്ല ഇത്, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം, പിതാവുമായിട്ടുള്ള കൂട്ടായ്മയായിരുന്നു തൻ്റെ ബലം. പിതാവ് പറയുന്നതായിരുന്നു തൻ്റെ ധൈര്യം. ലോകം ഒറ്റപ്പെടുത്തിയപ്പോൾ സ്വന്തം സഹോദരന്മാർ പറഞ്ഞു, നീ വലിയ പുള്ളിയാണ്, അവിടെ പോയി അത്ഭുതം കാണിക്കുക എന്നൊക്കെ പറയുമ്പോഴും താൻ ഒറ്റപ്പെട്ടവനല്ലായിരുന്നു, തൻ്റെ കൂടെ പിതാവുണ്ടായിരുന്നു. ഏത് സാഹചര്യം വന്നപ്പോഴും തൻ്റെ ധൈര്യം പിതാവുമായിട്ടുള്ള കൂട്ടായ്മയായിരുന്നു, തൻ്റെ സന്തോഷം പിതാവുമായിട്ടുള്ള കൂട്ടായ്മയായിരുന്നു.
Now look at him. അതാ വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതൽ തൻ്റെ അകത്ത് എത്രമാത്രം ഗ്രോണിങ് ഉണ്ടായിരിക്കണം. നമുക്ക് യേശു കൂടാതെ ഒരു ജീവിതമില്ല. അതാണ് ഇവിടെ യോഹന്നാൻ 15 പറയാം, എന്നിൽ വസിപ്പീൻ, എന്നെ കൂടാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. Now look at Jesus. ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ആ എബ്രായർ 2:17 നിങ്ങൾ അവിടെ കൈവച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ അങ്ങയുടെ വാഗ്ദത്തമാ ഈ സ്വഭാവം എന്നിൽ നിന്ന് മാറണമെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ്ലി യു വിൽ സീ ദ മിറക്കിൾസ് ഹാപ്പൻ. നോ, പരിശുദ്ധാത്മാവില്ലേ? നമ്മൾ വായു ഉണ്ടോ ഇല്ലയോ? വായുവിലാണോ നിങ്ങളും ഞാനും ഇരിക്കുന്നത്? അതെ, വായുവിനകത്താണ് നമ്മൾ ഇരിക്കുന്നത്. എന്നാൽ ഈ വായു നിങ്ങളുടെ ശരീരത്തിൻ്റെ അകത്തുമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാമോ? വിശ്വസിക്കാം. കാര്യം എന്താ? ലങ്സ് ഉണ്ട്, വായു അകത്തായി അല്ലേ? അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പുറത്തുമുണ്ട്, അകത്തുമുണ്ട്. ഹീസ് റിയൽ. പലപ്പോഴും സംഭവിക്കുന്ന എവിടെയാണെന്ന് ഞാൻ പറയാം. സംഭവിക്കുന്ന എന്താണെന്ന് ഞാൻ പറയാം. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വേണം. നമ്മുടെ കയ്യാലെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികൾ നടക്കണം. അതിന് വേണ്ടിയുള്ള പ്രാർത്ഥന ജീവിതമായി, അതിനു വേണ്ടി മാത്രം ആ പ്രാർത്ഥന ജീവിതം. എന്തിനാ? കുറച്ചുകൂടെ ശക്തമായി. അത് നല്ലതാ, ഡിസയർ ചെയ്യണം. പക്ഷേ അത് മാത്രമാകരുത് കർത്താവുമായിട്ടുള്ള പ്രണയബന്ധം. സ്നേഹം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇത്രയെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റിയല്ലോ. അതാണ് പൗലോസ് മറ്റ് ശിഷ്യന്മാരുമായിട്ട് ഉള്ള വ്യത്യാസം. ഉയർത്തെഴുന്നേറ്റ യേശുവിനോട് അവർ പറഞ്ഞു, ദൈവരാജ്യം എന്നാ വരാൻ പോകുന്നത്, അത് പറ. എന്നാൽ പൗലോസ് പിടിക്കപ്പെടുമ്പോൾ പൗലോസ് പറഞ്ഞത്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? പലപ്പോഴും ഇന്ന് വിശ്വാസികളിൽ പോലും അവർ വളരാത്തതിൻ്റെ കാര്യം എന്താണ്? വളർച്ചയില്ലാത്തതിൻ്റെ കാര്യം യേശുവിനെ ഒരു കാര്യസാധ്യതകാരൻ മാത്രമായിട്ട് പോയി. ഇൻ ദ ഇന്നർ ചേംബർ. ഞാൻ ഓരോ ദിവസവും നിങ്ങളോട് പറഞ്ഞു വരുന്ന ഒരു ശ്രദ്ധിച്ചോ, ആ ഇന്നർ ചേംബറിനകത്ത് വ്യക്തിപരമായ ഒരു കൂട്ടായ്മയിൽ കർത്താവുമായിട്ടാകുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ മാറും. നിങ്ങളുടെ ആഗ്രഹം മുഴുവൻ ലിമിറ്റഡ് അല്ല, അൺലിമിറ്റഡ് ആയിരിക്കും. പറയേണ്ട പോലും ആവശ്യമില്ല. നിങ്ങൾ ചോദിക്കുന്ന മുമ്പേ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നിങ്ങൾക്ക് കർത്താവ് സാധിച്ചു തരും. നൗ നോക്കിക്കേ, അബൈഡ് ഇൻ മീ അല്ലേ? അവനിൽ വസിക്കുക എന്ന് പറയുന്നതാണ് അത്യുന്നതൻ്റെ മറവിൽ നിൽക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുകയാണ്, ദീസ് തിങ്സ് ഐ ഹാവ് സ്പോക്കൺ ടു യു. 11-ാമത്തെ വാക്യം അവിടെയാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. വായിച്ചു. ദീസ് തിങ്സ് ഐ ഹാവ് സ്പോക്കൺ ടു യു. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇതൊക്കെ പറയുന്ന എന്തിനാ അല്ലേ? ഇതേ വാക്ക് യോഹന്നാൻ 16:33 ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ദീസ് തിങ്സ് ഐ ഹാവ് സ്പോക്കൺ ടു യു. കാര്യം എന്താ? നിങ്ങളുടെ അകത്ത് സന്തോഷം ഇരിക്കണം, സന്തോഷം പൂർണ്ണമാകണം. എങ്ങനെയാണ് സന്തോഷം പൂർണ്ണമാകുന്നത്? ഇതേ യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ 1 യോഹന്നാൻ അതിൻ്റെ 1-ാം അധ്യായം 1 യോഹന്നാൻ 1-ാം അധ്യായം പറയാണ്, ആൻഡ് ദീസ് തിങ്സ് 13 മുതൽ വായിക്കാം. ദാറ്റ് വിച്ച് വി ഹാവ് സീൻ ആൻഡ് ഹേർഡ്. 1 യോഹന്നാൻ 1-ാം അധ്യായം അതിൻ്റെ 2 മുതലേ വായിച്ചു. declare to you that you may have fellowship with us, and truly our fellowship is with the Father and His Son Jesus. വായിച്ചു. ഞങ്ങളുടെ കൈ തൊട്ടതും ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി, അതാ യേശു. ഞങ്ങൾ കണ്ട സാക്ഷികൾ. ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ദിവസങ്ങളിൽ ഈ
ഈ ഉപവാസ പ്രാർത്ഥന ഒരു കാര്യസാധ്യതയ്ക്കാകരുത്. കാര്യസാധിക്കും, മുഴുവൻ സാധിക്കും. എങ്കിലും എൻ്റെ ആഗ്രഹം ഈ ദിവസങ്ങളിൽ വ്യക്തിപരമായ ഒരു എൻകൗണ്ടർ, സൂപ്പർ നാച്ചുറൽ എൻകൗണ്ടർ കർത്താവുമായിട്ടുണ്ടാകും. അത് ആഗ്രഹിക്കുന്നവർക്കായി സ്തോത്രം. അത് ആഗ്രഹിക്കണം, വാഞ്ചിക്കണം. ഡിലിജൻസ് എന്നാണ് ബൈബിൾ ഉപയോഗിക്കുന്ന പദം, ഡിലിജൻസ്. ഞാൻ പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയുമായിരുന്നു, ഈ പ്രസംഗം കഴിഞ്ഞ് ലാസ്റ്റ് ഫ്ലൈറ്റാന്ന് ഓർത്ത് എങ്ങനെയായിരിക്കും ഓടുന്നത്. ഈ കഴിഞ്ഞ ദിവസം കോവിഡിലും അങ്ങനെയല്ലേ സംഭവിച്ചത്. അവസാനത്തെ ഫ്ലൈറ്റിൽ കയറാനുള്ള വ്യഗ്രത. ആ സമയത്ത് അവർക്ക് ബിരിയാണിയും പോട്ടെ, അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം അവിടെ വെച്ചിട്ടുള്ള പറയും, ഭക്ഷണമല്ല, എനിക്ക് എങ്ങനെയെങ്കിലും ആ ലാസ്റ്റ് ഫ്ലൈറ്റ് എന്നാ എയർപോർട്ട് ക്ലോസ് ചെയ്യാൻ പോവാം. ആ ഗ്രോണിങ്, ആ ദാഹമാണ്. എപ്പോഴാണ് ആ ദാഹം വരുന്നത്? ഇതിനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാകുമ്പോൾ ദർ ഇസ് എ ഹയർ ലൈഫ്. ഒരു എന്നാ പറയേണ്ടത്, ലിമിറ്റ്ലെസ് ലൈഫ്. അതാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. വേർ ദർ ഇസ് പീസ്, ജോയ്. ശുശ്രൂഷയ്ക്ക് വേണ്ടി ശുശ്രൂഷകരോട് ഞാൻ പറയാം, നിങ്ങൾ ശുശ്രൂഷിക്കാനായി പ്രാർത്ഥിക്കാനിരിക്കണ്ട. ശുശ്രൂഷ പരിശുദ്ധാത്മാവിൻ്റെയാണ്. പക്ഷെ കർത്താവുമായിട്ട് ആ പ്രണയബന്ധത്തിലായേ. These things I have seen. I want you to have a personal encounter. പരിശുദ്ധാത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവേ, എനിക്കൊരു പേഴ്സണൽ എൻകൗണ്ടർ വേണം. അതിന് ഹൃദയത്തിൻ്റെ കാഠിന്യം മാറണം. ഞാൻ അങ്ങോട്ട് വരും. വിശ്വസിക്കണം യേശു ജീവനോടെ ഉണ്ടെന്ന്. വിശ്വസിക്കണം യേശു വീണ്ടും വരുമെന്ന്. പക്ഷെ സ്വർഗത്തിൽ ചെന്നിട്ടല്ല, ഈ ശരീരത്തിൽ ഇരിക്കുമ്പം വേണം ഈ സൂപ്പർ നാച്ചുറൽ എൻകൗണ്ടേഴ്സ്. ഭയങ്കര സന്തോഷമായിരിക്കും, ഭയങ്കര സന്തോഷമായിരിക്കും. ഒരൊറ്റ അനുഭവം കിട്ടിയാൽ മതി. ഐ ടെൽ യു, യു വിൽ നെവർ എവർ തിരിഞ്ഞു നോക്കത്തില്ല. ഇത് അങ്ങനെയല്ല, ഇത്ര നാളും ഞാൻ വന്നിട്ട് എനിക്കൊന്നും കിട്ടില്ലല്ലോ. ദാറ്റ് ഈസ് എ കാർണൽ ബിലീവർ. ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. വിശ്വാസിയാണ്, പക്ഷേ ഇപ്പോഴും താൻ ശിശുവിനെ പോലെയാണ്, കാർണൽ. ഇത്ര നാളും പ്രാർത്ഥിച്ചിട്ട് എന്നാ കിട്ടി? നിത്യജീവൻ കിട്ടി. നിത്യജീവൻ്റെ മുഴുവൻ വ്യാപ്തി മനസ്സിലായാൽ, ഈ ദിവസങ്ങളിൽ മനസ്സിലാകും. മനസ്സിലായാൽ ഒന്നുമില്ലെങ്കിലും തുള്ളി ചാടിക്കൊണ്ടിരിക്കും. ആരെയും മൈൻഡ് പോലും ചെയ്യത്തില്ല. ആണ്ടെ അത് അവർ പറഞ്ഞില്ലേ, എന്നാൽ അവരെന്നാ വിചാരിക്കും? അവരെന്നാ വിചാരിച്ചാൽ എനിക്കെന്നാ? ഞാൻ മരിച്ചു കഴിഞ്ഞിരിക്കുക, ക്രിസ്തുവിനോട് കൂടെ അടക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ. അവൻ്റെ കൂടെ ഉയർത്തെഴുന്നേറ്റ് തോന്നും. ഐ എം സീറ്റഡ് വിത്ത് ഹിം. യോഹന്നാൻ പറയുന്നത് എന്താ? ഞങ്ങൾ ഈ പറയുന്നത് തൊട്ട്, ഞങ്ങൾ സാക്ഷികളാണ്, കണ്ടതും കേട്ടതും തൊട്ടതും. ഇന്ന് തോമസ് കുട്ടി ബ്രദറും ഞാനും 22-23 വർഷമായി ഒന്നിച്ച് നിൽക്കുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇൻഡിവിജ്വൽ പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ട് കർത്താവുമായിട്ട്. ഹെവൻലി ഫീസ്റ്റ് സഭയ്ക്കും ലോകത്തിലുള്ള മുഴുവൻ സഭകൾക്കും ഞങ്ങൾ രണ്ടുപേരും ഒരു മാതൃകയാണ്, സാക്ഷ്യമാണ്. 2 ദേവദാസന്മാർ, ഒറ്റ ശബ്ദം, ഒറ്റ വാക്ക്, ഒറ്റ മനസ്സ്. ചിലർ ഞങ്ങളെ വിളിച്ചു ചോദിക്കാറുണ്ട്. ഒരു ദിവസം ഒരു ആൻറ്റി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തങ്കു ബ്രദറെ, നിങ്ങളിൽ 2 പേരിലും ആരാ ശക്തി കൂടുതൽ? അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാനായിരുന്നു. ഞാൻ പറഞ്ഞു, തോമസ് കുട്ടി ബ്രദറാ. പെട്ടെന്ന് അങ്ങോട്ട് വിളിച്ചു. തോമസ് കുട്ടി ബ്രദറിനെ വിളിച്ചു ചോദിച്ചപ്പോൾ തോമസ് കുട്ടി ബ്രദർ പറഞ്ഞു, തങ്കു ബ്രദർ അങ്ങോട്ട് വിളിച്ചോളാം. നമ്മൾ ശക്തിയുടെ പുറകെ നടക്കുക. വൃക്ഷത്തിൻ്റെ ഫലം, ഇറ്റ് ഈസ് സോ tasty. Jesus is so tasty. Taste and see the grace of God. You have tasted the grace എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്. യോഹന്നാൻ പറയുന്ന വാക്ക്, and the life was manifested and we have seen, we bear witness, we declare to you that eternal life which was with the Father was now manifested to us. Eternal life which was with the Father has manifested. Eternal life എന്ന് പറഞ്ഞാൽ എന്താ? യേശുവിൻ്റെ ജീവൻ, യേശുവിൻ്റെ അകത്ത് ജീവൻ. ആ ജീവൻ ഇന്ന് എൻ്റെ അകത്ത് വന്നിരിക്കുക. ഹൗ റഖാനേസെ, blessed be the name of Jesus Christ. The life of God is now in you, is now in me. ഈ ദിവസങ്ങളിൽ
പുതിയതൊന്നും അല്ല സംഭവിക്കുന്നത്. വചനം കേൾക്കുമ്പോൾ ആഹാ ഇതൊക്കെ ഉണ്ടായിട്ടാണ് ഞാൻ ഭയപ്പെട്ടത് എന്ന് നിങ്ങൾ പറയും. ഞാൻ ഇതൊക്കെ ആയിട്ടാണോ ഞാൻ ഇങ്ങനെ ഇരുന്നേ എന്ന് നിങ്ങൾ പറയും. ഒരു മതഭ്രാന്തല്ല ഇത്, സുബോധത്തിൻ്റെ ആത്മാവാണ്. സുബോധം വീഴും. എന്നിട്ട് പറയാണ് വിച്ച് വി ഹാവ് സീൻ ഹേർഡ് ആൻഡ് ഡിക്ലെയർ ടു യു. വായിച്ചേ. ഞങ്ങളോട് നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകാനും നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാക്കാൻ. ഞാൻ പറയാം, നിങ്ങളെ വീണ്ടും ജനിപ്പിച്ച് നടത്തുന്നവരുമായിട്ടുള്ള കൂട്ടായ്മ ആദ്യമേ തകർക്കും പിശാച്. പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം നിങ്ങളെ ശകാരിച്ചും വഴക്ക് പറഞ്ഞും പഠിപ്പിക്കുകയും നിങ്ങളെ ക്രിസ്തുവിനോളമാക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇന്ന് തോമസ് കുട്ടി ബ്രദർ രാവിലെ പറഞ്ഞാൽ, അവർ നിങ്ങളെ പുറത്ത് ഇട്ട് അടച്ചു കളയും. ഞങ്ങൾ കരോണയെ പുറത്തിട്ട് അടിക്കും, നിങ്ങളെ ക്രിസ്തുവിൻ്റെ അകത്ത് കൊണ്ടുവരും. കാര്യം പ്രസവിച്ചത് ഞങ്ങൾ. തോമസ് കുട്ടി ബ്രദറിനും എനിക്കും വളരെ അഭിമാനത്തോടെയും വളരെ പ്രാഗൽഭ്യത്തോടെയും പറയാം, ആരുടെയും മുതലെടുത്തിട്ടില്ല. സുവിശേഷം വിറ്റില്ല, യേശുവിനെ വിറ്റില്ല, ഉപായം ഉപയോഗിച്ചില്ല സുവിശേഷത്തിൽ. പ്രാഗൽഭ്യത്തോടെ പറയാം, മനസ്സാക്ഷി അതിന് സാക്ഷ്യം വഹിക്കും. Now this we say, അതുകൊണ്ട് അതിൻ്റെ 2-ാം അധ്യായം 9-ാമത്തെ വാക്യം പറയാം, he who says, വായിച്ചു 2-ാം അധ്യായം 1 യോഹന്നാൻ 2:9. He who says he is in the light, വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇപ്പോഴും ആളെവിടെ ഇരിക്കുന്നത്? ഇരുട്ടില്ല. വീണ്ടും ജനിച്ച ആളായത്, പക്ഷെ ഇരുട്ടിലായിരിക്കുന്നത്. അതുകൊണ്ടാണ് ധൈര്യം വരുന്നത് മറ്റ് ശുശ്രൂഷകരെ കുറ്റം പറയാൻ. ഒരിക്കലും കർത്താവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ വീണ്ടും പറയാം, യേശുവിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് മറ്റുള്ളവരിലെ നന്മ കാണുന്നവരാണ്. അതുകൊണ്ട് താഴെ അതിൻ്റെ 10-ാമത്തെ വാക്യം പറയാം, വായിച്ചേ. സഹോദരനെ സ്നേഹിക്കുന്നവൻ അവൻ ഒരു ഇടർച്ചയും വരുത്തില്ല, സാധിക്കത്തില്ല. സഹോദരനെ പകയ്ക്കുന്നവൻ ഇരുട്ടിലിരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. ഇരുട്ട് അവന്റെ കണ്ണ് കുരുടാക്കുകയാൽ എവിടേക്കാ പോകുന്നതെന്ന് പോലും അയക്ക് അറിയത്തില്ല എന്ന്. അതാ മറ്റുള്ളവരെ കുറ്റം പറയാനായിട്ടുള്ള ഈ കാർണൽ എന്ന് പറയുന്ന ജഡിക വിശ്വാസി എന്ന് പറയുന്നത്, നമ്മൾ അതിനെക്കുറിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ പറയാൻ പോവുക. കുറ്റം പറച്ചിൽ, മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയാൻ വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ വെളിച്ചത്തിനകത്ത് നമ്മൾ മാറി പിതാവിൻ്റെ ഇന്നർ ചേംബറിൽ നിന്ന് വെളി വന്നു. ഇന്നർ ചേംബറിനകത്താണല്ലോ, പറയത്തില്ല, മറ്റൊരാളുടെ നന്മ കാണും. ഇപ്പം എനിക്ക് ഒത്തിരി പോരാഴികളുണ്ട്. തോമസ് കുട്ടി ബ്രദർ പോരാഴികളല്ല കാണുന്നത്, എൻ്റെ നന്മയാണ് കാണുന്നത്. എൻ്റെ ഞാൻ ഭയങ്കര സ്പീഡുള്ള ആളാണ്. ഞാൻ ഇന്ന് ഡിസൈഡ് ചെയ്താൽ ഇന്ന് തന്നെ ചെയ്യും. പക്ഷേ അത് തോമസ് കുട്ടി ബ്രദർ കുറച്ചുകൂടെ ആലോചിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. സോ ഞങ്ങൾ തമ്മിൽ മാച്ചിങ് അതാ. എന്നോട് പറയാം, ഇത് വേണ്ട, അങ്ങനെ ചെയ്യണ്ട, ഇങ്ങനെ ചെയ്യും, കുറച്ചുകൂടെ സ്പീഡ് കുറയ്ക്കുന്നവരാ. പക്ഷെ നോക്കി, സഹോദരനെ പകയ്ക്കുന്നവൻ, കൂട്ടായ്മ ആദ്യം. പിശാചിൻ്റെ തന്ത്രം എന്താണെന്ന് ഞാൻ പറയാം. ഈ സെഷനിലൂടെ നിങ്ങൾക്ക് പോകുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്, നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറം ഉയർച്ച പ്രാപിക്കും. ലോകത്തിലെ നന്മകൾ നിങ്ങളെ പിന്തുടരും. സമൃദ്ധി ദൈവത്തിൻ്റെ ആഗ്രഹമാണ്, ഹിതമാണ്. പ്രോസ്പർ ആസ് യുവർ സോൾ മൈൻഡ് ഇസ് പ്രോസ്പേഴ്സ് ആൻഡ് ബി ഓഫ് ഗുഡ് ഹെൽത്ത്. ആരോഗ്യവും ശരിയാകും. ആദ്യത്തെ പിശാചിൻ്റെ തന്ത്രം കൂട്ടായ്മ പൊട്ടിക്കുക. ഇനി അവിടെ ഒന്നും പോണ്ട. അതിന് ഉപയോഗിക്കുന്ന പദവും ചിലർ എന്നോട് വന്ന് പറയാറുണ്ട്, കർത്താവ് ഞങ്ങളോട് പറഞ്ഞു ഇനി മുതൽ ഇവിടെ വരണ്ട. കർത്താവ് അങ്ങനെ പറയത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കർത്താവിന് രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ. ഒന്ന് സഭ, 2 ഭാര്യ, കുടുംബജീവിതം. വിവാഹം കഴിച്ച ഭാര്യയെ ഉപേക്ഷിക്കാൻ കർത്താവ് പറയത്തില്ല. ചിലർ എന്നോട് പറയും, പ്രാർത്ഥിച്ചിട്ടൊന്ന് പറയണം ഇവളുടെ കൂടെ താമസിക്കണോ വേണ്ടയോ എന്ന്. ഞാൻ പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ എഴുതിയിട്ടുണ്ട്, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്തരുത്.
ഇത് കേൾക്കുമ്പോൾ നമുക്ക് കുത്തലുണ്ടാവും. തങ്കുബ്രദർ അറിയത്തില്ല, എനിക്ക് ഒത്തിരി അറിയാം ഈ കാര്യങ്ങൾ. ക്ഷമയോടെ നിന്ന സഹോദരിമാർ, അവരവരുടെ ഭർത്താക്കന്മാരെ എങ്ങനെ വിശ്വാസത്തിൽ വലിയ അപ്പോസ്തലന്മാർ, ഇന്ന് ശുശ്രൂഷിക്കുന്ന പല അപ്പോസ്തലന്മാരും വീട്ടിലെ ഭാര്യയുടെ ക്ഷമയും കർത്താവിലുള്ള വിശ്വാസം കാരണമാണ് ഇന്ന് അപ്പോസ്തലന്മാരായത്. ഇവിടെ സഹോദരനെ പറയുക, ഒന്ന് കൂട്ടായ്മ നഷ്ടപ്പെട്ടത്, രണ്ട്, ഞാൻ ഒരു കാര്യം പറയാം, പിശാചിന് നിങ്ങളെ തൊടാൻ പറ്റത്തില്ല, പക്ഷെ ഇരുട്ടിലോട്ട് തരാം. ഇരുട്ടിലോട്ട് ഇതെന്ന് പറഞ്ഞാൽ പിന്നെ തപ്പലാവും. വെളിച്ചത്തിലാണ് നിൽക്കേണ്ട ആൾ. ഹി നോസ് വെയർ ഹി ഈസ് ഗോയിങ്. കോൺഫിഡൻസ്, ഭയമില്ല, ടെൻഷനില്ല, വ്യാകുലതയില്ല. കൂട്ടായ്മ നഷ്ടപ്പെടുത്തുക. ഒന്ന്, കൂട്ടായ്മയിൽ നിന്ന് വലിക്കും. രണ്ട്, വചനം മോഷ്ടിച്ച് കളയും. വചനത്തെ ഓടിക്കും. അതിന് സഹായിക്കാൻ ഇഷ്ടം പോലെ വരും ആൾ. അന്ന് പൗലോസ് പറഞ്ഞു പോകരുത്. ഞാൻ ചിലരൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കത്തില്ല. അതിൻ്റെ കാരണം എനിക്കറിയാം അവരെങ്ങോട്ടായി പോകുന്നത്. പൗലോസ് പറഞ്ഞ പോലെ മുമ്പിൽ ഏശാന മൂലം പോകരുതെന്ന് പറയുമ്പം ഒരു അനുകൂല കാറ്റും കൂടെ വീശും. പ്രിയമുള്ളവരെ, ഞാൻ ഏത് സഭയിലാണോ നിങ്ങളായിരിക്കുന്നത്, ആരാണോ നിങ്ങളെ വിശ്വാസത്തിൽ നടന്നത്, രക്ഷിക്കപ്പെട്ടവരുടെ കാര്യം ഞാൻ പറയുന്നത്, ആര് മുഖാന്തരമാണോ യേശുവിനെ നിങ്ങൾ കേട്ടത്, ആര് മുഖാന്തരമാണോ നിങ്ങൾ വീണ്ടും ജനിച്ചത്, അവിടെ എന്നാ ബുദ്ധിമുട്ടുണ്ടായാലും നിന്ന് നോക്കിക്കേ, നാൾക്ക് നാൾ തേജസ്സിന്മേൽ തേജസ് വരും. അവിടെ സന്തോഷം പൂർണ്ണമാകും. നോക്കിക്കേ, അവിടെ വായിച്ചേ 1 യോഹന്നാൻ 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഞങ്ങൾ കണ്ടതും കേട്ടും ഡിക്ലെയർ കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ നോക്ക്, ഒന്ന്, യേശു പറഞ്ഞു നിങ്ങളിൽ സന്തോഷം ഇരിക്കണം. രണ്ട്, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണം. സന്തോഷം ഇരിക്കണം, പൂർണ്ണമാകണം. പൂർണ്ണത എവിടെ നിന്നാണ് വരുന്നത്? നോക്കിക്കേ. ആകുവാൻ ഞങ്ങളിത് എഴുതുന്നത് എന്തെഴുതുന്നത്? ഞങ്ങളുമായിട്ട് കൂട്ടായ്മ ആചരിക്കാൻ. ഞങ്ങളുമായിട്ട് കൂട്ടായ്മ എന്ന് പറയുന്നത് ഞങ്ങൾ കേൾക്കുന്ന വചനം കേട്ട്, ഞങ്ങൾ പറയുന്ന വാക്കുകളൊന്ന് കേട്ട് അതുപോലെ ഒന്ന് ഏറ്റെടുത്ത് ഒരിക്കലും തകരത്തില്ല. ഞാനിവിടെ വെച്ച് വീണ്ടും ആവർത്തിച്ച് പറയാം, ഒരാളെപ്പോലും സുവിശേഷം പറഞ്ഞ് മുതലെടുത്തിട്ടില്ല. ഒരാളോടും സുവിശേഷം വളച്ചിട്ട് അത് വെച്ച് മുതലെടുത്തിട്ടില്ല. ആ പ്രാഗൽഭ്യത്തോടെ തോമസ് കുട്ടി ബ്രദറും ഞാനും ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത്. ആ സന്തോഷം നോക്കും, ദൈവരാജ്യത്തിൻ്റെ ഒരു അനുഭവമാണ്. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ സന്തോഷം നമ്മളിൽ വന്നു. ജോയ്. ഓർത്ത് നോക്കിക്കേ, രക്ഷിക്കപ്പെട്ട സമയത്തെ സന്തോഷം. യേശുവിനെ അറിഞ്ഞു, സ്നാനപ്പെട്ടു. എന്തൊരു സന്തോഷമായിരുന്നു അല്ലേ കാണുന്നവരെല്ലാം സഹോദര. പിന്നീട് കാലം കഴിഞ്ഞപ്പോഴല്ലേ അകത്ത് ചെറിയ ഇസങ്ങളൊക്കെ കയറാൻ തുടങ്ങി. നോക്ക്, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 3-4 കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. ഈ നമ്മുടെ നാൾക്ക് നാൾ നമ്മുടെ ധൈര്യം വർദ്ധിക്കണം ക്രിസ്തു. ഇന്നർ ചേംബറിൽ സംഭവിക്കുന്ന എന്താ? ദ ഫെലോഷിപ്പ് വിത്ത് ഫാദർ ആൻഡ് ദ സൺ. രണ്ടും രണ്ട് നിലയിലാണ്. നമ്മൾ ഇന്നർ ചേംബറിനകത്ത് വി ഫൈൻഡ് ദ ഫാദർ ഓഫ് ഗ്ലോറി ആൻഡ് ജീസസ് സീറ്റഡ് അറ്റ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് ദ ഫാദർ. സ്വർഗത്തിൽ ഇന്ന് നിങ്ങൾ പ്രവേശിക്കാൽ ഒരാളെ കാണാൻ പറ്റത്തുള്ളൂ, യേശുവിനെ. വേറെ ഒന്നും. ദേ ആർ ഓൾ സ്പിരിറ്റ്സ്. പക്ഷേ നിങ്ങൾക്ക് കാണണോ? യേശു അത് കാണിച്ചു തരും. ഹീ ക്യാൻ റിവീൽ ഇറ്റ് ടു യു. അതിനുള്ള വചനം ഞാൻ ഈ ദിവസങ്ങളിൽ പറയാം. ഓക്കെ, ഞാൻ പറയുന്നില്ല, ഇപ്പം തന്നെ പറഞ്ഞേക്കല്ലേ മറന്നുപോകും. ലൂക്കോസ് സുവിശേഷം അതിൻ്റെ 17-ാമത്തെ വാക്യം. ബ്ലെസ്ഡ് ബി ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം. എൻ്റെ പിതാവ് സകലതും എങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ഇന്നവനെന്ന്
പിതാവല്ലാതെ ആർക്കും ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ പറ്റത്തില്ല. പിതാവ് ഇന്നവനെന്ന് പുത്രൻ വെളിപ്പെടുത്താൻ കൊടുക്കാൻ ഇച്ഛിക്കുന്നവനല്ലാതെ ആരും അറിയുന്നില്ല. ഒന്നുകൂടെ ഒന്ന് വായിക്കാൻ പോവുക. All things have been delivered to me by my Father. No one knows who the Son is except the Father. Who the Father is except the Son. Now, this is a secret. ആ സീക്രറ്റ് എന്ന് പറയുന്നത് ദൈവം റിവീൽ ചെയ്യത്തില്ല. അതാ ദ സീക്രറ്റ്. അതിനകത്ത് ഒരു വചനം വായിച്ചിട്ട് ഇവിടെ വരാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം എഴുതിയത് ഇസ് ബിക്കോസ് യു they were disturbed of the truth. നോക്കിക്കേ, 2:2 വായിച്ചേ. 2:2 that their hearts may be encouraged, knit together in love, attaining all. വായിച്ചു. ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേക പൂർണ്ണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ. യേശു പറഞ്ഞത് സ്നേഹം ഉണ്ടെങ്കിൽ എന്തുണ്ട്? സന്തോഷമുണ്ട്. എവിടുന്ന് അത് വരുന്നേ? കൂട്ടായ്മയിൽ. Now ഇവിടെ പറയാണ് all the treasures, mystery of God എന്ന് പറഞ്ഞാൽ, മിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താ? രഹസ്യം. ദൈവം ആർക്കാ വെളിപ്പെടുത്തി കൊടുക്കുന്നത്? പിതാവ് പുത്രനെ കുറിച്ച് വെളിപ്പെടുത്തും. പുത്രനോ താൻ ഇച്ഛിക്കുന്നവർക്കോ. ഒന്നുകൂടെ 22 വായിക്കാൻ പോവാം. All these things have been delivered to me by the Father. No one knows who the Son is except the Father, and who the Father is except the Son, and one whom the Son wills to reveal. മലയാളം ഒന്നുകൂടെ വായിച്ചേ. പുത്രൻ ഇന്നവനെന്ന് പിതാവല്ലാതെ ആർക്കും അറിയാൻ പറ്റത്തില്ല. പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എന്താ? പുത്രനെ മാത്രമേ വെളിപ്പെടുത്താൻ പറ്റത്തുള്ളൂ. ആരെയാണ് പുത്രൻ വെളിപ്പെടുത്തുന്നതെന്നും കൂടെ ഞാൻ പറയാം. തന്നെ സ്നേഹിക്കുന്നവർ. യോഹന്നാൻ സുവിശേഷം 14:21 നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ വെളിപ്പെടുത്തി തരും. ഞാൻ പറയാം, ഇതിൻ്റെ അകത്തുള്ള സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ലോകത്തിന് ഒന്നിനും തരാൻ പറ്റത്തില്ല, പണത്തിന് തരാൻ പറ്റത്തില്ല. ചിലർ നമ്മളെ പൊക്കി പറയും ഇന്നതൊക്കെ. അതിന് നത്തിങ് ക്യാൻ സാറ്റിസ്ഫൈ ദ ലവ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ വെളിപ്പാട് ഒരു ചെറിയ സാധനം കിട്ടിയാണ്. അത് വിൽ ടേക്ക് യു to ages. You will be in the fire of God. ഈ ദിവസങ്ങളിലെ ഈ സെഷൻസ് ഒന്നും മിസ് ചെയ്യരുത്. What will happen is you will be attracted to Jesus as a magnet and he will be attracted to you. ഞാനറിയോ, നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, നമ്മൾ കർത്താവിന് വേണ്ടി ആഗ്രഹിക്കുന്നതിനേക്കാളും കർത്താവ് നമ്മളെക്കുറിച്ച് ഹീസ് വെയിറ്റിംഗ് ഇൻ ദ ഇന്നർ ചേംബർ. The living Christ is waiting in the inner chamber just for you. നമ്മുടെ കുറവ്, നമ്മുടെ കുറ്റം, I am good for nothing. Hey, you are good for nothing. He knows it. Yet he wants to have fellowship with you. Yet he wants you. He loves you. Now, ഇത് എന്തുകൊണ്ടാണ്? ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയാം. വിശ്വാസ ജീവിതത്തിൽ വന്നു കഴിയുമ്പം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, സ്വർഗത്തിൽ പോവുക, പരിശുദ്ധാത്മാവിന് വിദേശം പ്രാപിച്ചു, അന്യഭാഷയുണ്ട്, പക്ഷേ സ്നേഹമില്ല. അന്യഭാഷ മാത്രമല്ല, കൃപാവരങ്ങൾ മുഴുവനുണ്ട്, എന്നാൽ അസൂയയും പിണക്കവും മാറിയിട്ടില്ല.
പേര് ആത്മീയനാണ്. എന്നാൽ ഇപ്പോൾ പൗലോസ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വിളിക്കുന്നത് ജഡികൻ. ഒരു ബേബി, ഒരു 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 ശിശു, കൊച്ചു കുഞ്ഞ് ജനിക്കുമ്പം എന്തൊരു സന്തോഷം അല്ലേ. സോ ബ്യൂട്ടിഫുൾ. എല്ലാ കുഞ്ഞുങ്ങളും വളരെ ബ്യൂട്ടിഫുള്ളാണ്. ചബ്ബിയാ, നമ്മളാ ചബ്ബി ചീക്സ്, ഡിംപിൾ ചിൻ എന്നൊക്കെ പാടും. ഒരു 2-3 വയസ്സായപ്പോൾ അതിൻ്റെ കുശൃതികൾ കാണും, ഭയങ്കര സന്തോഷമാണ്. ഒരു 3 വർഷം കൂടെ കഴിഞ്ഞിട്ട് അതേ സൈസിൽ നിൽക്കുവാണെങ്കിൽ നമ്മൾ അവർക്കിവിടെ ചബ്ബി ചീക്കൊക്കെയാണ്, പക്ഷേ സംതിങ് ഈസ് റോങ്. ഒരു 15 വയസ്സായപ്പോഴും അതുപോലെ ചബ്ബി ചീക്കുമായിട്ട് 1.5 അടി പൊക്കമായിട്ട് നിൽക്കുകയാണെങ്കിലോ ഗൗരവമായ പ്രശ്നമുണ്ട്. ഇന്ന് പല വീണ്ടും ജനിച്ചവർ, പല അഭിഷേകമുണ്ടെന്ന് പറയുന്നവർ, ദേ ഹാവ് നോട്ട് ഗ്രോൺ അപ്പ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തു അകത്തുണ്ടെങ്കിൽ, കർത്താവുമായിട്ട് പ്രണയബന്ധവും വ്യക്തിപരമായി അബൈഡ് ഇൻ മീ, എന്നിൽ വസിപ്പീൻ എന്നുള്ള വന്നാൽ, കൊരിന്ത്യ സഭയ്ക്ക് അതായിരുന്നു. കൊരിന്ത്യ സഭ കൃപാവരങ്ങളിൽ വലിയ വീര്യപ്രവൃത്തിയുടെ കൃപാവരത്തെക്കുറിച്ച് പറഞ്ഞു വരുമോ അവിടെ. എന്നാൽ അവരുടെ ഉള്ളിൽ ചില കാര്യങ്ങളുണ്ട്. പൗലോസ് പറയാണ്, ഒന്ന് കൊരിന്ത്യർ, ഇതിനെക്കുറിച്ച് മനോഹരമായി കഴിഞ്ഞ ദിവസം തോമസ് കുട്ടി ബ്രദർ പറഞ്ഞായിരുന്നു. എന്നാൽ ഇത് പറഞ്ഞപ്പോൾ ഒരു കാർണലും സ്പിരിച്വലും തമ്മിലുള്ള വ്യത്യാസം ഞാൻ കാണിക്കാം. ഒന്ന് കൊരിന്ത്യർ അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം മുതൽ വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക. വായിച്ചു. ഭക്ഷണമല്ല പാലത്രേ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് ആ ചെറിയ ചെറിയ കാര്യം അവിടെ തന്നെ അങ്ങ് നിൽക്കുക. വി ആർ ഫാസിനേറ്റഡ് ബൈ തിങ്സ്, ബട്ട് വി ആർ നോട്ട് റെഡി ടു ടേക്ക് എ ചോയ്സ്, എ ഡിസിഷൻ to have a one-to-one relationship with the Creator, the giver of gift. നമുക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ ഭയങ്കര വിസ്മയമാണ്. പക്ഷേ ആ വിസ്മയിപ്പിക്കുന്നവൻ കർത്താവാ എന്ന് മനസ്സിലാക്കിക്കേ. നമ്മൾ എത്രമാത്രം കർത്താവിനെ അറിയുമോ അത്രമാത്രം സൗമ്യത വരും, അത്രമാത്രം എന്നാ പറയേണ്ടത്, നിസ്സഹായത മനസ്സിലാക്കും. ഏറ്റവും ശക്തനാരാന്ന് പറയാം, തൻ്റെ ബലഹീനത മനസ്സിലാക്കുന്നവൻ. ഞാനൊന്നിനും കുറവില്ല എന്ന് പറയുന്ന ആൾക്ക് എന്തോ കുഴപ്പമുണ്ട്. വി ആർ ഡിപ്പെൻഡിങ് ഓൺ ഹിം. കർത്താവിൻ്റെ കരുണയാൽ ഞാനിങ്ങനെ ആയിരിക്കുക. എനിക്ക് കർത്താവില്ലാതെ ജീവിതമില്ല. ഇഫ് ഇറ്റ് വാസ് നോട്ട് ഫോർ ജീസസ് ഐ വുഡ് ഹാവ് ബീൻ ഗോൺ. കാര്യം എന്താ? തൻ്റെ ദീർഘക്ഷമ, കരുണ, അത് കാരണം ഞാൻ നിൽക്കുന്നത്. യേശു പറഞ്ഞൊരു മനോഹരമായ വാക്കുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത തരാം, റെസ്റ്റ് തരാം എന്ന് പറഞ്ഞിട്ട് ശേഷം പറയാം, എന്നെ കണ്ട്. മത്തായി സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായം. മത്തായി സുവിശേഷം 11-ാം അധ്യായം. Oh, blessed be the name of Jesus. I am so much engrossed. I am totally covered. And I know it is happening with you also. 29-ാമത്തെ വാക്യം. Take my yoke upon you and learn from me. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവൻ ആകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കണം. യേശുവിനോട് പഠിക്കണം. യേശുവിൻ്റെ അടുക്കൽ വന്ന് കാര്യം സാധിച്ചു പോവല്ല, ചിലതൊക്കെ പഠിക്കണം. ഇന്നലെ നമ്മൾ കണ്ടില്ലേ, മോശയോട് ദൈവം മുഖാമുഖമായി സംസാരിച്ചു. ക്ലാരിറ്റിയോടല്ല, മേഘത്തിനകത്തുനിന്ന് സംസാരിച്ചു. ക്ലാരിറ്റിയില്ല, ആപ്പട കണ്ടത് ക്ലിയറായിട്ട് പുറം മാത്രമേ ഉള്ളൂ. നോ, ഹി സ്പോക്ക്. പക്ഷെ അപ്പുറത്ത് ഒരാളിരിപ്പുണ്ടായിരുന്നു, യോശുവ അവിടെ നിന്ന് വിട്ടേച്ച് പോകത്തില്ല. ലേൺ ഫ്രം മീ. യേശുവിൻ്റെ സ്വഭാവങ്ങൾ, യേശു എങ്ങനെയാണ് ജയകരമായ ജീവിതം, ഇതെല്ലാം ഇവിടെ ഉണ്ട്. ഗിവ് വാല്യൂ ടു ദ വേർഡ് ഓഫ് ഗോഡ്. നിങ്ങൾ എന്നോട് കണ്ട് പഠിക്കണം. എന്താ? ഐ എം ജെന്റിൽ ആൻഡ് ലോലി ഇൻ ഹാർട്ട്. എന്താ പഠിക്കേണ്ടത്? ഞാൻ സൗമ്യനും മായത്താഴ്മയല്ല, ഹൃദയത്തിൽ താഴ്മ. എന്തൊക്കെ ഉയർച്ച കിട്ടിയാലും,
ഇവിടം ഒരിക്കലും അഹങ്കാരം വരത്തില്ല. പ്രശംസിക്കാൻ ഒന്നുമില്ല എൻ്റെ പ്രിയമുള്ളവരെ. നിൽക്കുന്നത് തന്നെ കർത്താവിൻ്റെ കൃപയാലാണ്. നാളെ ഐ വിൽ ഗോ ഫർദർ ഇൻ ദ ഹോളി സ്പിരിറ്റ്. ടുമോറോ സന്തോഷം ഇരിക്കുകയും പൂർണ്ണമാക്കുക. ആൻഡ് ദാറ്റ് വിൽ ലീഡ് യു ടു എ പെർഫെക്ഷൻ ഓഫ് ലവ്. ഓരോ ദിവസവും യു ആർ ഗെറ്റിംഗ് ക്ലോസർ ആൻഡ് ക്ലോസർ ടു എ പ്ലേസ് വെർ യു വിൽ ബി അമേസ്ഡ്. ഏറെ നിലവിളിയോടെ ഈ ദിവസങ്ങളിൽ വളരെ നല്ല സമയമാണ്. വേസ്റ്റ് ആക്കരുത്. ഈ സമയം കിട്ടത്തില്ല. ഈ സമയം പോലെ ഒരു സമയം കിട്ടത്തില്ല. നിർബന്ധിതമായി നമ്മളെ വീട്ടിലിരുത്തിരിക്കുക. ഇരുത്തുന്നത് എഴുന്നേൽക്കാനാണ്. നമ്മളെ തന്നെ നോക്കണം. ഞാനൊരു കാര്യം പറയാം. കേൾക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ എൻ്റെ തീരുമാനമാണ് മാനസാന്തരപ്പെടണോ വേണ്ടയോ, എൻ്റെ തീരുമാനമാണ് മാറണോ വേണ്ടയോ. മാറ്റം ആഗ്രഹിക്കുന്നവർക്കായി, നന്മയ്ക്കായി മാറ്റം ആഗ്രഹിക്കുന്നവർക്കായി സ്തോത്രം. ഹൃദയകാഠിന്യമൊക്കെ ഒന്ന് അടിച്ച് പൊട്ടിച്ച് കളയണം. ഞാൻ ആ നാളിൽ അവരുടെ ആ ഹൃദയം മാറ്റി മാംസഹൃദയം ഞാൻ തരും. ദാറ്റ് സിമ്പിൾ ഹാർട്ട് that even recognize the lightest move. ഞാൻ കർത്താവിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്, അവിടെ ഉണ്ടെന്നൊക്കെ പറയുമ്പം നിങ്ങളെ വൈകാരിക ഇളക്കത്തിലല്ല. ഇഫ് ഇറ്റ് ഈസ് there, I will say it is there. I know it is now here and it's burning. ഉണ്ടെങ്കിലേ ഞാൻ പറയത്തുള്ളൂ, അല്ലെങ്കിൽ ചുമ്മാ പറയത്തില്ല. പരിശുദ്ധാത്മാവിനെ ഞാൻ ദുഃഖിപ്പിക്കത്തില്ല. I can feel something awesome happening. Outstanding healings നടക്കും. യേശുവിൻ്റെ നാമത്തിൽ ഔട്ട്സ്റ്റാൻഡിങ് ഹീലിങ്സ് നടക്കും. ഓൾ ദോസ് ഹു ആർ ലിസണിങ് ടു മീ, ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവർ, ഈ ശബ്ദത്തിലൂടെ യേശു നിങ്ങളുടെ വാതിക്കൽ മുട്ടിക്കൊണ്ടിരിക്കുക. ഡു യു വാണ്ട് എ ഹയർ ലൈഫ്? ഈ വർഷം ഇയർ ഓഫ് എക്സലൻസാണ്, ഇയർ ഓഫ് പ്രയറൂടെയാണ്. പ്രയർ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം എന്തിനാന്ന് ചോദിക്കാം. വെളിയിൽ എക്സലൻസ് ആയിട്ട് He's sharpening you. ഈ ദിവസങ്ങളിൽ വചനം രാവിലെയും വൈകിട്ടും കേട്ട് that should pull you into the inner room and say, Father, I want a personal. ഏറെ നിലവിളിയോടെ യേശു പ്രാർത്ഥിച്ചതുപോലെ കർത്താവുമായിട്ട് പ്രണയബന്ധത്തിൽ ശരീരം ഉറങ്ങുമ്പോഴും അകത്തെ മനുഷ്യൻ കർത്താവുമായിട്ട് കൂട്ടായ്മ ആചരിക്കുന്നത്. I can feel such a powerful presence, believe me. സാധാരണ ഒരു ക്രൂസൈഡിലൊക്കെ ഹീലിംഗിലോട്ട് കയറുന്ന മുമ്പേ I can feel myself burning, and that is what I feel now. Everywhere. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ സ്ഥലത്തും I know the Holy Spirit is there. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം ഒന്നുകൂടെ പറയാം. You are in air and the air is in you. വായുവിലാണ് നിൽക്കുന്നേ, വായു അകത്തുമുണ്ട്. പരിശുദ്ധാത്മാവിനാലാണ് നിൽക്കുന്നേ, പരിശുദ്ധാത്മാവ് അകത്തുമുണ്ട്. ഓ ബ്ലെസ്ഡ് ബി ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാം മുൻവിധികൾ പൊട്ടട്ടെ. ഈ ദിവസങ്ങളിൽ കർത്താവിനോട് പറയണം. ഞാൻ പറയാം, പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. He will take you to the cross where you will deny yourself. And then you will find the inner chamber. Oh, what an exciting life. Peaceful, joyful. ഇതുവരെയും കണ്ടിട്ടില്ലാത്ത നിലയിൽ സന്തോഷം കൊണ്ട് നിറയും ഈ ദിവസങ്ങളിൽ. ഒന്നും കൂസലില്ലാത്ത നിലയിൽ കർത്താവ് എഴുന്നേൽപ്പിക്കും. Blessed be the name of Jesus Christ. നമുക്ക് പ്രാർത്ഥിക്കാം. Father, I pray in the name of Jesus. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാകുവാൻ കർത്താവെ, അങ്ങ് ആരെയും ചെന്ന് തെളിയിക്കാൻ സൗഖ്യമാക്കിയില്ല. എന്നാൽ അങ്ങയുടെ അടുക്കൽ വന്നവർ, വിശ്വസിച്ച് വന്നവർ, അവരെ അങ്ങ് സൗഖ്യമാക്കി. ശാരീരികമായ അസ്വസ്ഥതയോടെ ഭവനത്തിൽ ഇരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി സൗഖ്യമാകട്ടെ. പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും പിതാവെ, അങ്ങയുമായിട്ടുള്ള വ്യക്തിപരമായ എൻകൗണ്ടർ കർത്താവെ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിപരമായ എൻകൗണ്ടറിനുള്ള ദാഹം ഈ ദിവസങ്ങളിൽ ഉണ്ടാകട്ടെ. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അന്യഭാഷയുണ്ട്, അതൊന്നും ആത്മീയൻ്റെ അടയാളമല്ല. ആത്മീയത എന്ന് പറയുന്നത് അതിനേക്കാളും വലുതാണ്.
കർത്താവിൻ്റെ ആ ഹൃദയവും മനസ്സ് നിറയുന്നത് ഈ ദിവസങ്ങളിൽ. കർത്താവെ, മേക്ക് എ സ്പിരിച്വൽ, നോട്ട് റിലീജിയസ്. ഒരു മതഭ്രാന്തനാക്കാതെ, ഒരു മതത്തിൻ്റെ ഭാഗമാക്കാതെ ആത്മീയ നിലയിൽ ഞങ്ങളെ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ സ്വർഗീയ സ്ഥലത്ത് ഞങ്ങളെ ഇരുത്തിയിരിക്കുന്ന ഇടം അതെന്തെന്ന് തിരിച്ചറിയുവാൻ ഇന്ന് രാത്രി കേൾക്കുന്ന ഓരോരുത്തരും, ഇന്ന് രാത്രി മാത്രമല്ല നാളെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അങ്ങ് ഈ വചനത്തിലൂടെ വാതിക്കെ മുട്ടണം. ഹൃദയം തുറന്നു കൊടുക്കുന്നവർക്ക് they will enter into something supernatural. Blessed be the name of Jesus Christ. പിതാവെ, പ്രാർത്ഥിക്കുന്നു, let them be soaked with the anointing, soaked with the power of God, soaked with the presence of Jesus Christ. ആ ഭവനം മുഴുവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു എന്ന് ഞങ്ങൾ വായിക്കുന്ന അനുഭവങ്ങൾ ഭവനങ്ങളിലുണ്ടാകട്ടെ. അവരിയ്ക്കുന്ന ഭവനം മുഴുവൻ തിരിച്ചറിയുന്ന നിലയിൽ, തിരിച്ചറിയണം കർത്താവെ, തിരിച്ചറിയുന്ന നിലയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർ തിരിച്ചറിയുന്ന നിലയിൽ ഇരിക്കുന്ന ഭവനങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ. Let them touch the tangible presence of Jesus. Blessed be the name of Jesus Christ. കർത്താവെ, ഞങ്ങളുടെ കരുണയ്ക്കായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. God bless you. It was such a power-packed time. Power-packed time. Hallelujah. Rakausiandara. Remana Rekaushava. Yes, ഇന്ന് വീണ്ടും ആവർത്തിച്ച് പറയാം, എൻ്റെ എല്ലാ ദിവസം ഡെയിലി 2-minute വീഡിയോ ഉണ്ട്. പ്രധാനപ്പെട്ട മെസ്സേജുകളിൽ നിന്നും എടുക്കുന്ന, അത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ ഇവിടെ താഴെ എൻ്റെ ഇമെയിൽ ID ഉണ്ട്. ആ ഇമെയിൽ IDയിലോട്ട് നിങ്ങൾ ഇമെയിലുകൾ അയച്ചാൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ആ 2-minute വീഡിയോ കിട്ടും. 2, എനി ഡൗട്ട്സ് യു ഹാവ്, യു ക്യാൻ അവിടെ എഴുതിയ ഇമെയിൽ ID 1965mk@gmail.com. അവിടെ അത് മാറിപ്പോയി, എന്നാ പറ്റിയെന്ന് അറിയത്തില്ല. 1965mk@gmail.com. അത് you can put it on and you can write to me if you want the 2-minute message. 2-minute message വേണമെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ഇമെയിൽ അയക്കാം. 2, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ you can write to me. Tomorrow morning 11 o'clock, കർത്താവ് അനുവദിച്ചെങ്കിൽ നാളെ രാവിലെ 11 മണിക്ക് ഹിന്ദി സ്പീക്കിംഗ് ക്രൗഡിന് വേണ്ടിയുള്ള മെസ്സേജ് ആയിരിക്കും. നിങ്ങളുടെ പരിചയമുള്ള ഹിന്ദി സംസാരിക്കുന്നവരെയൊക്കെ ഫോൺ ചെയ്യണം, അറിയിക്കണം. നാളെ രാവിലെ ഇന്ത്യൻ സമയം 11 മണിക്ക് ഐ വിൽ ബി ടേക്കിംഗ് ദ ക്ലാസ് ഇൻ ഹിന്ദി. നാളെ രാവിലെ 11 മണിക്ക് മലയാളം മിസ് ചെയ്യരുത്. തോമസ് കുട്ടിയുടെ ക്ലാസ് ഇതിനകത്ത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തോമസ് കുട്ടി ബ്രദറിൻ്റെ കൂടെ രാവിലെ മിസ് ചെയ്യരുത്. ഇറ്റ് വിൽസ് എ എക്സ്ക്ലൂസീവ് ടൈം. സോ ഹിയർ അഭിലാഷ് ഇപ്പോൾ എഴുതിയിരിക്കുന്ന ആ നമ്പർ താഴെ ഈ തങ്കു ബ്രദർ എന്നുള്ള പ്ലഗ് ചെയ്തിരിക്കുന്ന പോലെ ചെയ്യാൻ പറ്റുമോ അഭിലാഷ്? ആ വാട്സപ്പിൽ നിങ്ങൾ അയച്ചാൽ നിങ്ങൾക്ക് 1-minute മെസ്സേജും കിട്ടും. ഓർ യു ക്യാൻ സെൻഡ് മീ യോർ ഇമെയിൽ ID. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ദാറ്റ് യു ആർ ഹാവിങ് ഫെലോഷിപ്പ്. GB Isaac, bless you. ജോൺസൺ ഫെർണാണ്ടസ്, ഡ്യൂണി അത് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ അവിടെ? ഡ്യൂണി എൻ്റെ ഇമെയിൽ ID തന്നിട്ടുണ്ട്. സംജിത്ത് എൻ്റെ മൊബൈൽ ഹെവൻലി ഫീസിൻ്റെ മൊബൈൽ നമ്പർ ഇട്ടിട്ടുണ്ട്. യു ക്യാൻ ഡു 1965mk@gmail.com എന്ന് പറയുന്നത് ഇറ്റ്സ് മൈ പേഴ്സണൽ ഇമെയിൽ ID. ഇത് വേറെ ആരും തുറക്കത്തില്ല. സോ യു ക്യാൻ റൈറ്റ് എനിത്തിങ് യു വാണ്ട്. 1 minute തോമസ് കുട്ടി ബ്രദർ വിളിക്കുന്നു, എന്തോ പറയാനാ. എന്താ തോമസ് കുട്ടി ബ്രദറെ? തോമസ് കുട്ടി ബ്രദർ ഹെവൻലി ഫീസ്റ്റിൻ്റെ ഫേസ്ബുക്കിൽ ഇന്ന് രാവിലെ നിങ്ങൾ ട്യൂൺ ഇൻ ചെയ്ത ഹെവൻലി ഫീസ്റ്റ് ഫേസ്ബുക്കിലാണ് രാവിലെ തോമസ് കുട്ടി ബ്രദർ വരുന്നത്. വൈകുന്നേരം എൻ്റെ ഈ ഫേസ്ബുക്കിനകത്താണ് നിങ്ങൾ വരുന്നത്. സോ താങ്ക് യു എവ്രി വൺ ഹു ഹാസ് ജോയിൻഡ് അസ്. ഗോഡ് ബ്ലെസ് യു
ആൻഡ് കീപ് യു. നാളെ രാവിലെ ഹിന്ദി സ്പീക്കിംഗ് ഉള്ളവർക്കാണ്. സോ നിങ്ങൾ ഹിന്ദി പറയുന്നവരോട് പറയണം, ഹിന്ദി അരമണിക്കൂർ കാണത്തുള്ളായിരിക്കും. സോ ഹിന്ദി സ്പീക്കിംഗുകാരോട് പറയണം. അതേസമയത്ത് നിങ്ങൾ എല്ലാവരും ഹെവൻലി ഫീസ്റ്റ് ഫേസ്ബുക്കിൽ തോമസ് കുട്ടി ബ്രദറിൻ്റെ മെസ്സേജ് പ്രാർത്ഥനയിലായിരിക്കണം. നാളെ വീണ്ടും വൈകുന്നേരം 8 മണിക്ക് കാണും വരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. റെജി ബ്രദർ ബ്ലെസ് യു, ഷീജ സിസ്റ്റർ ബ്ലെസ് യു, മെബ്സൻ ബ്ലെസ് യു, കാനഡയിൽ നിന്ന് ജെബി ബ്രദർ ബ്ലെസ് യു, എവ്രി വൺ ഹു ഹാസ് വാച്ച്ഡ്. ഗോഡ് ബ്ലെസ് യു. ഇത് നിങ്ങൾ എല്ലാവർക്കും ഫോർവേഡ് ചെയ്യണം. ടെൽ ദം, ലെറ്റ് us ബ്രേക്ക് ബാരിയേഴ്സ് ആൻഡ് മേക്ക് ഹിസ്റ്ററി. ഗോഡ് ബ്ലെസ് യു.